പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് സദ്യക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. വീട്ടിലല്ലാതെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ്ട് ആദ്യം നമുക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച് ഞാൻ കടല എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അര സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വരണം, ഉടഞ്ഞു പോകണ്ട, എന്നാൽ നല്ലതുപോലെ വേവും വേണേ. ഇനി നമുക്കിത് അടച്ച് വേവാൻ വയ്ക്കാം. ഒരു ഏത്തയ്ക്കയും ഒരു കഷ്ണം ചേനയും ഞാൻ എടുത്തിട്ടുണ്ട്. തൊലി ചെത്തി നമുക്ക് നല്ലതുപോലെ നരിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു ഏത്തയ്ക്കയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തോരം വേണം അതനുസരിച്ച് എടുക്കാമേ. ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ എരിയുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാമേ. ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉപ്പൊന്ന് വെന്ത ശേഷം ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് അരപ്പെടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ എടുത്ത് തേങ്ങ രണ്ടാക്കി വെച്ചേക്കുന്നത് ഒന്ന് വറുത്തിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തേങ്ങയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് മാത്രം ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി വറുത്ത് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിങ്ങനെ പച്ചക്കായിട്ട് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നല്ലതുപോലെ തിളച്ചപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ വെന്ത ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പം ചേന ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കല്ലിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പം വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ വെന്ത വന്ന ശേഷം മാത്രം നമുക്ക് കടല ഇട്ട് കൊടുക്കാവേ. ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പം നല്ലതുപോലെ ചേന വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേന വെന്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. കടല നല്ലതുപോലെ വെന്ത കടലയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിനകത്തേക്ക് ഒരു ശകലം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും പാനിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ശർക്കര പാനി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയില്ല കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ ചീകി ഇട്ട് കൊടുക്കാമേ. അതും ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ശർക്കര കൂടി പോകരുത് കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശകലം വെള്ളം കൂടിയെന്ന് എഴുതി വിഷമിക്കുകയൊന്നും വേണ്ട. നല്ലതുപോലെ അത് കുറുകി വരും കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നു കേട്ടോ. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. നല്ലതുപോലെ തിള വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെട്ടി തിളപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ. ഇപ്പോൾ നല്ലതുപോലെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുറുകി വരും കേട്ടോ. നല്ലതുപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാമേ. നല്ലതുപോലെ ചൂടായ ശേഷം ഞാൻ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഉണക്കമുളക്, കരിയാപ്പില, ഇത് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കാം. ചുവന്നുള്ളി ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും മതിയേ. നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ വറുത്തെടുക്കുന്നത് പോലെ തന്നെ വറുത്തെടുത്ത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും അരച്ചില്ലേ, അതിന് പകരം ഇതുപോലെ വറുത്തെടുത്ത് വേണമെങ്കിൽ അരച്ച് ചേർക്കാമേ. അതും ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ. അത് ഞാൻ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത ശേഷം നമുക്ക് നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിയിലേക്ക് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട് ഈ കൂട്ടുകറി. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചുമ്മാതെ വേണമെങ്കിൽ നമുക്ക് കോരി കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. നമ്മൾ കടുക് വറുത്തിട്ടതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വയ്ക്കുന്നുണ്ട്. ഇളക്കി എടുത്ത ശേഷം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കുറുകി തന്നെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ശകലം വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല. ഇതുപോലെ തണുത്ത് വരും റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.